എന്നാൽ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് കിടന്നു. പിന്നെ വാതിൽ കുറ്റിയിട്ടേക്ക്, പരിചയമില്ലാത്ത ഇടല്ലേ, സിദ്ധു അവരെ നോക്കി പറഞ്ഞു. നന്ദ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് വാതിലടിച്ചു. ഡാ, നീ എൻ്റെ മുറിയിൽ കിടക്കൂ, സിദ്ധു പറഞ്ഞപ്പോൾ നന്ദൻ അവനെ കണ്ണ് ചുളിച്ച് നോക്കി. അതെന്താ ഇന്നൊരു പ്രത്യേകത? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. നീ ഔട്ട് ഹൗസിൽ പോയി കിടന്നാ ഞാൻ അറിയില്ലല്ലോ. മറ്റവനെത്തുമ്പോൾ നീയും കൂടി വേണം ഇവിടെ. നിനക്കവനെ പേടിയാണോ സിദ്ധു? നന്ദൻ ഈർഷ്യയോട് ചോദിച്ചു. ഒന്ന് പോടാ, എനിക്കെന്തിനാ അവനെ പേടി? പിന്നെ ഓരോന്ന് പറഞ്ഞ് ചോറിയാൻ വരുമ്പോൾ എനിക്കാരെങ്കിലും കൂടെ വേണ്ടേ? ശരി, എല്ലാ റൂമിൽ ഞാൻ കിടക്കില്ലെന്ന് കരുതിയ പഴയ ഓർമ്മയിൽ നന്ദൻ പറഞ്ഞുകൊണ്ട് സിദ്ധുവിന്റെ മുറിയിൽ കയറി. വലിയ കട്ടിലും അതിൽ പൊങ്ങിത്തെറിക്കുന്ന മെത്തയും കണ്ട് ദേവ് അത്ഭുതത്തോടെ ചാടി കളിക്കുവാണ്. പെണ്ണെ, ചാടി മറിയാതെ പോയി കുളിച്ചിട്ട് വന്നേ, ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്ന വിചാരം. നന്ദ വന്ന് അവളെ നോക്കി പറഞ്ഞു. നന്ദ തല തുവർത്തിക്കൊണ്ട് ബെഡിൽ വന്നിരുന്നു. ചേച്ചിക്ക് വട്ടാണോ? ഈ രാത്രി ഇതിനെ കുളിച്ച് മേല് കഴുകിയ പോരായിരുന്നു. നിന്നെപ്പോലെ എനിക്ക് വെള്ളം അലർജി അല്ല മോളെ. കുളിച്ചില്ല ഉറക്കം വരത്തില്ല. ഒന്നാമത് യാത്ര കഴിഞ്ഞ് മുഷിലായിട്ട് ഇരിക്കുക. ദേവ് നന്ദയെ ഒന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് അവളുടെ ചുമലിൽ കിടന്ന് തോർത്തെടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ദേവു കണ്ണ് തള്ളി നോക്കി. ഈശ്വര, വീട്ടിൽ നമ്മുടെ മുറിയുടെ അത്രയും ഉണ്ടല്ലോ ഈ ബാത്റൂം. എങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടാണോ സിദ്ധ കൊച്ചി വീട്ടിൽ വന്ന് താമസിക്കുന്നേ? ദേവ് സ്വയം പറഞ്ഞുകൊണ്ട് അരയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് നിന്നു. ദേവ് കുളിച്ചിട്ട് വരുമ്പോൾ നന്ദ സാവിത്രിയെ ഫോൺ ചെയ്യുകയായിരുന്നു. അശോക് വീട്ടിനും സാവിത്രിയോടും എത്തിയെന്ന് പറയാൻ വിളിച്ചതായിരുന്നു അവൾ. ദേവ് ഫോൺ വാങ്ങി വീടിനെ പറ്റിയൊക്കെ അത്ഭുതത്തോടെ പറയുന്നുണ്ട്. നന്ദ അവളെ നോക്കി ചിരിയോടെ എണീറ്റുകൊണ്ട് ബാഗിൽ നിന്ന് കുപ്പിയെടുത്തു. വെള്ളമില്ലാത്തതിനാൽ താഴെ പോയി എടുക്കാമെന്ന് കരുതി അവൾ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നന്ദ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഏതോ ഫയലുകൾ നോക്കിക്കൊണ്ട് ചന്ദ്രശേഖരൻ നിർമ്മലയും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അടുക്കള എങ്ങോട്ടാണെന്നറിയാതെ നന്ദ അവിടെ നിന്ന് പരുങ്ങി. മോളെന്താ ഉറങ്ങിയല്ലേ? നിർമ്മല അവളെ കണ്ട് പുഞ്ചിരിയോടെ തിരക്കി. അത് വെള്ളം എടുക്കാൻ. കയ്യിലെ കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് അവൾ പതുങ്ങി നിന്നു. നിർമ്മല അവളെ നോക്കിയിരിപ്പായിരുന്നു. അന്ന് വീട്ടിൽ വെച്ച് കണ്ടതുപോലെ സെറ്റുമുണ്ടായിരുന്നു അവൾ ഉടുത്തിരുന്നത്. നീണ്ടു വളർന്നു ഇടതൂർന്ന മുടികൾ തുമ്പ് കെട്ടിയിട്ടുണ്ട്. മോളുവാ, ഞാൻ കാണിച്ചു തരാം. അവളുടെ കയ്യിൽ പിടിച്ചു നിർമ്മല പോകുന്നത് ഒരു പുഞ്ചിരിയോടെ ചന്ദ്രശേഖരൻ നോക്കിയിരുന്നു. അടുക്കള കണ്ട് നന്ദ അമ്പരന്ന് പോയി. പ്യൂരിഫയർ ഫിൽറ്ററിൽ നിന്ന് വെള്ളം പിടിച്ച് നിർമ്മല അവൾക്ക് കൊടുത്തു. കഴിക്കാൻ എന്തെങ്കിലും തരട്ടെ? വേണ്ട, കഴിച്ചിട്ടാ വന്ന്, വിശപ്പില്ല, നന്ദ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. എങ്കിൽ പോയി കിടന്നു, നിർമ്മല അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. നന്ദയ്ക്ക് നിർമ്മലയുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ശ്രീദേവി ഓർമ്മ വന്നു. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. നന്ദ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. സോഫയിലിരിക്കുന്ന ചന്ദ്രശേഖരനെ ഒരു നനുത്ത പുഞ്ചിരി നൽകി അവൾ കയറിപ്പോയി. അവൾ പോയി കഴിഞ്ഞു. തൻ്റെ അടുത്ത് വന്നിരുന്ന നിർമ്മലയെ ചന്ദ്രശേഖരൻ നോക്കി. എന്താണോ തനിക്ക്? ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നും. അറിയില്ലേട്ടാ, അന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ മുതൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. നമ്മുടെ വീട്ടിൽ നമ്മുടെ സിദ്ധുവിൻ്റെ പെണ്ണായി കൊണ്ടുവന്നാലോ എന്ന് ആഗ്രഹിച്ചു പോകുക. ആ കൊച്ചു ടീച്ചറല്ലേ നമ്മുടെ മോനു. അവൻ്റെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? നമുക്ക് പിന്നീട് ആലോചിക്കാം. അവരെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല. മനസ്സിലങ്ങനെ ഒരു ആഗ്രഹം ഉറച്ചുപോയി. നോക്കട്ടെ. നിർമ്മല അതും പറഞ്ഞ് എണീറ്റ് പോയി. നിമ്മി പറഞ്ഞതിൽ കാര്യമുണ്ട്. നല്ല ഐശ്വര്യമുള്ള മോള്. ആലോചിക്കാം, ചന്ദ്രശേഖരൻ സ്വയം പറഞ്ഞുകൊണ്ട് ഫയലെടുത്ത് മറിച്ചു. എന്നാലും അമ്മേ, ആൻറ്റി അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കരുതി ഭയങ്കര ജാടയാണെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴും മനസ്സിലായി ഭയങ്കര സ്നേഹം ഞങ്ങളോട്. ദേവ് സാവിത്രിയോട് ആഹ്ലാദത്തോടെ പറയുന്ന കേട്ടാണ് നന്ദ അങ്ങോട്ട് വന്നത്. അവൾ ഡോർ കുറ്റിയിട്ട് ബെഡിൽ വന്നിരുന്നു. ഫോൺ കട്ട് ചെയ്ത് ദേവ് നന്ദയെ കെട്ടിപ്പിടിച്ച് കിടന്നു. വീട് മാറി കിടന്നുകൊണ്ടാവണം. നന്ദയ്ക്ക് ഉറക്കം വന്നിരുന്നില്ല. അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. അവൾ എണീറ്റ് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അവളെ തണുത്ത കാറ്റ് തഴുകി കടന്നുപോയി. മാനത്ത് തെളിഞ്ഞെന്ന അർദ്ധചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവൾ നോക്കി നിന്നു. എനിക്കറിയാം, ഗൂഗിളേട്ടനും ആ കൂട്ടത്തിൽ നിന്ന് തന്നെ നോക്കി കണ്ണ് ചിമ്മിയാണെന്ന്. കൂടുതൽ ആഗ്രഹമുണ്ട്, പക്ഷെ കടമകൾ ഏറെയാണ്. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങളെ നോക്കി നിന്നു. അപ്പോഴാണ് നന്ദൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അവൾ കാണുന്നത്. അവളുടെ കണ്ണുകൾ അവൻ്റെ പിന്നാലെ ചെന്നു. നന്ദൻ തൊട്ടടുത്തുള്ള കുഞ്ഞു വീട്ടിൽ കയറി. വാതിൽ അടയ്ക്കുന്നത് നന്ദ സംശയത്തോടെ നോക്കി. പുലർച്ചെ പതിവ് പോലെ നന്ദ എണീറ്റു. ബാഗിൽ നിന്ന് ഒരു സെറ്റ് മുണ്ടെടുത്ത് കുളി കഴിഞ്ഞവൾ ചുറ്റി. ദേവ് അപ്പോഴും ഉറക്കമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ചുണ്ട് പുലർത്തിയാണ് കിടപ്പ്. നന്ദ വാത്സല്യത്തോടെ അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. 3 വർഷമായി താൻ ഏറെ കാണാതെ പോയത് ഇതൊക്കെ തന്നെ ആയിരുന്നില്ലേ? എന്നും തന്നോട് ഒട്ടിക്കിടക്കാനായിരുന്നു അവൾക്കിഷ്ടം. പക്ഷെ ഗൂഗിളട്ടം പോയതിനു ശേഷം മുറിയിലേക്ക് ഒറ്റപ്പെട്ട് സ്വയം തന്നിലേക്ക് ചുരുങ്ങി. ദേവിനെ മറന്ന്, അച്ഛനെയും അമ്മയെ മറന്ന് ചിന്തകളിൽ ഒരുവിനെ മാത്രം നിറച്ചു. നന്ദ ഒരു നെടുവീർപ്പോടെ ആലോചിച്ചുകൊണ്ട് ബാഗിൽ നിന്ന്
തൈറോയിഡിന്റെ ഗുളികയെടുത്ത് വിഴുങ്ങി ദേവുവിനെ ഒന്നുകൂടി പുതപ്പിച്ചുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. രാവിലെ തന്നെ വീടൊക്കെ അലങ്കരിച്ചുകൊണ്ട് കുറെ പേര് നിൽക്കുന്നുണ്ട്. നന്ദ താഴേക്കിറങ്ങി പോയപ്പോൾ സോഫയിൽ വരിഞ്ഞു മുറിയ മുഖത്തോടെ നിർമ്മലയും സിദ്ധു ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് നന്ദനും. കല്യാണച്ചക്കനായ വൈഷ്ണവും സിദ്ധുവിന്റെ അച്ഛൻ രാജശേഖരനും വല്യച്ഛൻ ചന്ദ്രശേഖരനും അവനെ കാര്യമായിട്ട് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. നന്ദ താഴേക്ക് പോകണോ വേണ്ടയോ എന്ന് മടിച്ച് അവിടെ തന്നെ നിന്നു. അവരുടെയൊക്കെ മുഖഭാവം കണ്ടിട്ട് നന്ദയോട് എന്താ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. താൻ കൂടി അവർക്കിടയിൽ വേണ്ട എന്ന് തോന്നലിൽ നന്ദ തിരികെ കയറി പോകാൻ തുനിഞ്ഞപ്പോഴാണ് നിർമ്മല അവളെ കണ്ടത്. മോളെ ഇങ്ങോട്ട് പോരെ, എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ? അവരെ ധിക്കരിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നന്ദ താഴോട്ട് ഇറങ്ങി വന്നു. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. നന്ദയെ നിർമ്മല അവരുടെ അടുത്ത് പിടിച്ചിരുത്തി. അവൾ പകപ്പോടെ അവരെ നോക്കി. തൻ്റെ വലം കൈ കൈക്കുള്ളിലാക്കി വാത്സല്യത്തോടെ ഒന്ന് നോക്കിയിട്ട് നിർമ്മല നന്ദന് നേരെ പിന്നെ ദേഷ്യത്തോടെ മുഖം എടുത്തെണിഞ്ഞു. ആരോടും പെട്ടെന്ന് അടുക്കാതെ നിർമ്മല നന്ദയോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പും രാജശേഖരനെ ഒഴിച്ച് മറ്റുള്ളവർ അതിശയത്തോടെയാണ് നോക്കിയത്. നന്ദയ്ക്ക് അവിടെ അവർക്കിടയിൽ അന്യായ തനിക്കിരിക്കാൻ അർഹതയില്ലാത്തതുപോലെ തോന്നി. താഴേക്ക് വരേണ്ടിയിരുന്നില്ല എന്നവൾ ഓർത്തു. പലവട്ടം നിന്നോട് പറഞ്ഞല്ലേ നന്ദ ഔട്ട് ഹൗസിൽ പോയി കിടക്കരുതെന്ന്. ഇത് നിന്റെയും കൂടി വീടല്ലേ? നിർമ്മല ദേഷ്യത്തിൽ ചോദിച്ചു. ഇന്നലെ രാത്രി എനിക്ക് വാക്ക് തന്ന എൻ്റെ റൂമിൽ കിടന്നവനാ, എപ്പോഴെണീറ്റ് പോകുന്ന എനിക്കറിയില്ല. സിദ്ധു കലിപ്പോടെ പറഞ്ഞപ്പോൾ നന്ദൻ എങ്ങോട്ട് നോക്കിയിരുന്നു. രാത്രിയിൽ നന്ദൻ ഇറങ്ങി പോകുന്നത് കണ്ടത് അപ്പോഴും നന്ദ ഓർക്കുന്നത്. എനിക്കിവിടെ കിടന്ന ഉറക്കം വരില്ല അമ്മായി, അത് ഞാൻ അവിടെ പോയി കിടന്നത്. നന്ദ നിർമ്മലയെ നോക്കി പറഞ്ഞു. എല്ലെങ്കിൽ നീ എപ്പോഴും ഞങ്ങൾ നിന്ന് അകന്ന് നിൽക്കാനല്ല അറിയൂ. വൈഷ്ണവ് പരിഭവത്തോടെ പറഞ്ഞു. നീ പോയി കുളിച്ചിട്ട് വാ. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഇന്ന് ആൾക്കാർ വരുന്നത്. കുറച്ചു പേര് ഔട്ട് ഹൗസിൽ താമസിക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ നന്ദനെ നോക്കി പറഞ്ഞു. അപ്പോൾ എൻ്റെ കിടപ്പാടവും പോയി. ഹൈക്കോ. നന്ദൻ കൈമർത്തി കാണിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നത് അവരൊക്കെ ചിരിയോടെ നോക്കിയിരുന്നു. മോളെ രാവിലെ എണീറ്റ് കുളിച്ചോ? നിർമ്മല പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ നന്ദ തല കുലുക്കി. ടീച്ചർ അങ്ങനെ അമ്മേ, പക്ഷേ മടിച്ചിക്കൊണ്ട നന്ദുവാ, എന്നോട് ഭയങ്കര കൂട്ടാവള്. സിദ്ധു വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ സിദ്ധു നന്ദയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നോർത്ത് നിർമ്മലയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇവന്റ് മാനേജ്മെന്റ് രാവിലെ എത്തിയല്ലോ, നീയാണോ വൈഷ്ണവ് വിളിച്ചു പറഞ്ഞ്? ഞാൻ തന്നെ ഇളയച്ചാ, ഇനിയിപ്പോ സമയമില്ലല്ലോ, അപ്പച്ചയ്ക്ക് ഇന്ന് എത്തുന്നതല്ലേ. ഒന്നിനും ഒരു കുറവും വരുമ്പോൾ ഇവിടെ കരുതുന്ന എനിക്ക് വാശിയുണ്ട്. മാനസപുത്രൻ ഇവിടെ ഉള്ള ഒരു പുച്ഛല്ലേ? അത് പറയുമ്പോൾ വൈഷ്ണവിന്റെ ചുണ്ടിൽ പുച്ഛമായിരുന്നു. സിദ്ധുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് നന്ദ ശ്രദ്ധിച്ചു. നിങ്ങൾ എന്തിനാ പിള്ളേരെ അവളോടും മക്കളോടും ദേഷ്യം കാണിക്കുന്നത്? നിങ്ങൾക്കാർക്കും താല്പര്യമില്ലാത്തോണ്ടല്ലേ വിഷയ കമ്പനി ഏൽപ്പിച്ചത്? അച്ഛന്മാർക്കാണ് ഏറ്റവും വലിയ മണ്ടത്തരം അത് തന്നെയാ. അത് പറഞ്ഞ് വൈഷ്ണവ് ദേഷ്യത്തോടെ എണീറ്റ് പോയി. ഇതിനിടയിൽ നിർമ്മല നന്ദനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇട്ടുവെച്ച ചായ താൻ കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് നന്ദ ഹാളിലേക്ക് പോകുന്ന നോക്കി നിർമ്മല പുഞ്ചിരിയോട് നോക്കി നിന്നു. മാഡത്തിന് മുഖത്ത് നല്ല തിളക്കമുണ്ടല്ലേ? ആ മോളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ജോലിക്ക് എന്ന മായ നിർമ്മലോട് ചോദിച്ചു. നല്ല മോള, ഭാഗ്യമുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മരുമകളായി തന്നെ ഞാൻ അവളെ കൊണ്ടുവരും. നിർമ്മല അതും പറഞ്ഞ് ഹാളിലേക്ക് നടന്നു. നന്ദമോൻ്റെയോ സിദ്ധു കുഞ്ഞിൻ്റെയോ അത് വിശ്വൻ സാറിൻ്റെയോ ആരുടെ പെണ്ണായി കൊണ്ടു വരുമെന്നായിരിക്കും മേഡം ഉദ്ദേശിച്ചത്. മായ ആലോചിച്ച് നിന്നു. ആർക്കാരും ചേരും, നല്ല കൊച്ച. മായ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഇതൊക്കെ മോൾ ഏറ്റെടുത്തു. ചായ ട്രെയും പിടിച്ചുകൊണ്ട് വരുന്ന നന്ദയെ നോക്കി മാനവേന്ദ്രൻ പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് ഒരു കപ്പെടുത്തു. അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് ചന്ദ്രശേഖരൻ രാജശേഖരനും സിദ്ധുവിനും ചായ കൊടുത്തു. അപ്പോഴാണ് കുളി കഴിഞ്ഞ് നന്ദൻ വെളിയിലേക്ക് ഇറങ്ങി വന്നത്. നന്ദ അവന് വേണ്ടി ചായ കൊടുത്തു. നന്ദൻ ചിരിയോടെ ഒരു കപ്പെടുത്തു. അപ്പോഴാണ് ഒരു കാർ മുറ്റത്ത് വന്ന് നിന്നത്. അതിൽ നിന്നും നിർമ്മലയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി. വല്യമ്മേ. നന്ദൻ അവരെ കണ്ടതും സ്നേഹത്തോടെ അടുത്തേക്ക് പോയി. നന്ദ അവിടെ തന്നെ നിന്നു. ഒരു അതിഥി വരുമ്പോൾ കയറിപ്പോകുന്ന ശരിയല്ലെന്നോർത്ത് അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. ഇതിനിടയ്ക്ക് നീ ആരെയും അറിയിക്കാതെ കല്യാണം കഴിച്ചു നന്ദ. നന്ദയെ നോക്കി മൂക്കത്തി വിരൽ വെച്ചുകൊണ്ട് അവർ നന്ദനോട് പറഞ്ഞു. നന്ദ വിളറി വെളുത്തുകൊണ്ട് അവരെ നോക്കി. നല്ല കൊച്ചാ, എവിടെ നൊപ്പിച്ചതാ ഈ സുന്ദരി കൊച്ചിനെ? വല്യമ്മ രേസായി അവന്റെ ചെവിയിൽ പറഞ്ഞപ്പോൾ നന്ദന് കണ്ണുമേച്ച് അവരെ നോക്കി. കൂടുതൽ അവിടെ നിൽക്കാതെ നന്ദ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്റെ പൊന്നു വല്യമ്മേ, അത് ഞാൻ കെട്ടിയ കുട്ടിയല്ല. എന്റെ കല്യാണം ഞാൻ വല്യമ്മയെ അറിയിക്കത്തില്ലേ? എല്ലാം വിശദമായി പറയാം. വല്യമ്മ വാ. അവിടെ മുഖത്ത് നിരാശ പടർന്നു. ഷോ, ഞാനങ്ങ് പൂത്തിരി കത്തിച്ചു പോയല്ലോടാ. ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ കൊച്ചിനെ നൂലുകെട്ട് വരെ കോർത്തു. വേറൊന്നും ആലോചിക്കാതെ ഭാഗ്യം. ഇങ്ങോട്ട് വാ കള്ളി. വല്യമ്മയുടെ കയ്യിൽ പിടിച്ച് നന്ദൻ വീടിനുള്ളിൽ കയറി. ചേച്ചി. നിർമ്മല ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചു. നീ ആകെ വാടിപ്പോയലോടെ പെണ്ണെ, നിനക്ക് രാജ ഒന്നും കഴിക്കാൻ തരുന്നില്ലേ? രാജശേഖരൻ നോക്കി ഒന്നാക്കിക്കൊണ്ട് അവർ ചോദിച്ചു. വന്ന് കയറി നേരെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കണം കേട്ടോ, രാജശേഖരൻ കുറുവോട് പറഞ്ഞു. മോളെ,
ഇതെന്റെ ചേച്ചിയാ വിമല. നിർമ്മല അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നന്ദയോട് പറഞ്ഞു. നന്ദ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിമ്മി, ഈ കൊച്ചേതാടി? ഇത് അളകുനന്ദ, നന്ദന്റെ കൂടെ ജോലിയുള്ള കൊച്ച. നാട്ടിൽ നന്ദന് അത്രയും വേണ്ടപ്പെട്ട കുടുംബമായി ഇവരുടേത്. സിദ്ധി ഇപ്പോ നന്ദന്റെ കൂടെയാണ് താമസം. കല്യാണത്തിന് വന്നതാ. മോളുടെ അനിയത്തി കൂടിയുണ്ട്. ഞാൻ ആദ്യം കരുതത് ഈ കൊച്ചു നന്ദന്റെ കെട്ടിയുളർന്ന. അബദ്ധം പറ്റി. അല്ല, എന്നെ തെറ്റു പറയാൻ ഒക്കുവോ? രണ്ടാളെയും കണ്ടപ്പോ അങ്ങനെ തോന്നും. നന്ദയ്ക്കുള്ളിൽ എന്തോ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. ഗോകുലിനല്ലാതെ മറ്റൊരു പേരും തന്നോട് ചേർത്ത് പറയുന്നത് ഉൾക്കൊള്ളാൻ അവൾക്കാവുമായിരുന്നില്ല. നന്ദ റൂമിലേക്ക് പോയി ബെഡിലിരുന്നു. ബാഗിൽ നിന്ന് ഗോകുലിന്റെ ഫോട്ടോ കയ്യിലെടുത്തു കുറെ നേരം അതിലേക്ക് നോക്കിയിരുന്നു. ദേവ് ബാത്റൂമിൽ നിന്നിറങ്ങി വന്നപ്പോൾ അവൾ അത് ബെഡിലേക്ക് കമത്തി വെച്ചിട്ട് മുടി ചേകി കെട്ടി. പതിവില്ലാതെ കുളിച്ച് നിൽക്കുന്ന ദേവിനെ കണ്ട് അവൾ മുഖം ചുളിച്ചു നോക്കി. എന്താ, നല്ല ശീലൊക്കെ തുടങ്ങിയോ? ഇവിടെ ഒരുപാട് പേരില്ല ചേച്ചി, കുളിക്കാൻ നിൽക്കുന്ന ശരിയല്ലല്ലോ. അപ്പൊ എന്റെ അനിയത്തിക്ക് നല്ല കാര്യമൊക്കെ അറിയാം. ബാഗിൽ ഞാൻ എടുത്തു വെച്ചാ ധാവണിയുണ്ട്, അതെടുത്തെടുത്തോ. ഇവിടെ ഹൽദിക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന് ആന്റി പറഞ്ഞു. എനിക്കൊരു മഞ്ഞ സാരി തന്നു. നീ ആ ധാവണി എടുത്തിട്ട് വാ. നന്ദ വാതിൽ ചാരി ഇറങ്ങിപ്പോയി. ദേവ് ഫാൻ ഇട്ടപ്പോൾ ബെഡിൽ നിന്ന് താഴെ പാറി വീണ ഫോട്ടോ എടുത്ത് നോക്കി. അവളുടെ കണ്ണുകൾ പകപ്പോട് നോക്കി. ഗോരുട്ടിന്റെ ഫോട്ടോ അല്ലേ ഇത്? ചേച്ചിക്ക് അപ്പൊ എന്തെങ്കിലും സങ്കടം ഉണ്ടായോ ഇവിടെ? ഏയ്, അതായിരിക്കില്ല. ഗൂഗിളിനെ പോയി കാണാതിലുള്ള വിഷമായിരിക്കും. ദേവ് ആ ഫോട്ടോയിൽ ഒന്നുകൂടി നോക്കിയിട്ട് ടേബിൾ വെച്ചു. ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങിയിരുന്നു. നന്ദ പിന്നിലേക്ക് വലിയാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നിർമ്മല അവൾ അവരോട് ചേർത്ത് നിർത്തും. സിത്താരയും മീനാക്ഷിയും തുളസിയും അവരുടെ ലോകത്തായിരുന്നു. നന്ദനെ തേടി സിത്താരയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ചലിച്ചുകൊണ്ടിരിക്കും. പച്ചയും മഞ്ഞയും കലർന്ന ധാവണിയെടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദേവിൽ ഒരു ജോഡി കണ്ണുകൾ തറഞ്ഞു നിന്നു. ഇതുവരെ തോന്നാത്ത പുതുഭാവം കാഴ്ചയിൽ തെളിഞ്ഞപ്പോൾ ആ കണ്ണുകളുടമ മുഖം വെട്ടിച്ച് കളഞ്ഞു.